സ്വാഗതം. പ്രഭാത ടാരോ കാർഡുകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കുന്നത് നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്നുള്ളതാണ്. ഇന്ന് ഈ സിറ്റുവേഷനാണ് നമുക്ക് സാധ്യത എന്ന് പറയുന്നു. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഇന്ന് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഈ ഒരു സിറ്റുവേഷനിൽ. മൂന്നാമത്തെ കാർഡ് എന്താണ് നമ്മളിന്ന് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ സിറ്റുവേഷൻ എന്ന് നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത്. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കാത്തിരിപ്പിൻ്റെ കാർഡാണ്. അതായത് നമ്മൾ ചില എഫേർട്ടുകൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ഇന്ന് കാര്യങ്ങൾ പൊതുവേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കിയാൽ അത് സാധാരണക്കാളും കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. വളരെ സ്മൂത്തായിട്ട് പോകുന്ന കാര്യങ്ങൾ പോലും ഇന്നത്തെ ഒരു സമയമെടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്നത്തെ ഇതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് ഇന്നത്തെ ഒരു നമ്മുടെ ഗൈഡൻസ് എന്ത് ചെയ്യണമെന്ന് വെച്ചപ്പോൾ സൺ എന്ന് പറയുന്ന കാർഡാണ്. സൺ എന്ന് പറയുന്നത് പുതിയൊരു തുടക്കത്തിൻ്റെ കാർഡാണ്. അതായത് നമ്മൾ കുറച്ചുകൂടി ചെറുപ്പമായിട്ട് ചിന്തിക്കുക, കുറച്ചുകൂടി യൂത്തായിട്ട് ചിന്തിക്കുക, നമ്മുടെ ഒരു പഴയ എനർജിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് താങ്കളോട് യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് എത്ര വയസ്സാണെന്ന് വെച്ചാൽ അതിനൊരു 10 വയസ്സ് ബാക്കിലേക്ക് പോയിട്ട് ആ ഒരു ഊർജ്ജം എന്താണെന്നുള്ളത് ശരീരത്തോട് പറയുക. ഉദാഹരണത്തിന് ഇപ്പോൾ 40 വയസ്സാണെങ്കിൽ ഇന്ന് എനിക്ക് 30 വയസ്സാണ് എൻ്റെ ശരീരത്തിന് എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. ശരീരം അത് കേൾക്കും, എന്നിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്ന ഒരു പഴയ ഊർജ്ജത്തിലേക്ക് പോവുക, ഒരു ചെറുപ്പക്കാരൻ്റെ ഊർജ്ജത്തിലേക്ക്, ഒരു ചെറിയ യൂത്തിലേക്ക് പോവുക. പുതിയ തുടക്കങ്ങൾക്കും ഇന്ന് പറ്റിയ ദിവസമാണ്. അവസാനം നമ്മൾ ചോദിച്ചത് എന്താണ് നമ്മളിന്ന് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടതെന്നുള്ളതാണ്. അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത് നമുക്ക് 9 ഓഫ് വോൺസ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ച് നിൽക്കുന്ന ആളെയാണ് കാണുന്നത്. അതേസമയം ഇദ്ദേഹം ഒരുപാട് സഹിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിന്ന് അട്രാക്ട് ചെയ്യാൻ നോക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഉള്ളിനുള്ളിൽ പല ഭയങ്ങളുണ്ട്. ആ ഭയങ്ങളെ നമ്മളിനി അട്രാക്ട് ചെയ്യരുതെന്നാണ് പറയുന്നത്. അതായത് മുന്നോട്ടേക്ക് നോക്കിയാൽ മതി, പിന്നോട്ടേക്ക് നോക്കണ്ട. ഈ വ്യക്തി പിറകിലേക്കാണ് നോക്കുന്നത്. പിറകിലുള്ളത് വരുമ്പോൾ നമുക്ക് നേരിടാം. അപ്പോൾ ഇന്ന് നമ്മൾ അട്രാക്ട് ചെയ്യാൻ നോക്കേണ്ടത് അടുത്ത സ്റ്റേജ് എന്താണ്, നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഇത്രയും വിജയിച്ചാൽ നമ്മുടെ അടുത്ത എങ്ങോട്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ 3 സന്ദേശങ്ങൾ യൂണിവേഴ്സ് നൽകുന്നത് ഇന്ന് കുറച്ച് സമയമെടുക്കും പല കാര്യങ്ങൾക്കും. 2 പുതിയൊരു യൂത്തിൻ്റെ എനർജിയിലേക്ക് പോവുക, കുറച്ച് ബാക്കിലേക്ക് പോവുക. പിന്നെ മുൻകാലങ്ങളിലെ പേടികളൊന്നും നോക്കണ്ട, പുതിയ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കാനുമാണ് പറയുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.